നമസ്കാരം. ഒരു രോഗമോ അപകടമോ ഉണ്ടാകണമേ എന്ന ചിന്തയിലല്ല ആരും ഇൻഷുറൻസുകൾ എടുക്കാറുള്ളത്. അതുകൊണ്ട് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതി കൂടിയാണ് ചെയ്യുന്നത്. വിവിധ ഇൻഷുറൻസുകൾ അത്തരത്തിൽ നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ അപകടമുണ്ടായാലോ മരണപ്പെട്ടാലോ നമ്മുടെ കുടുംബത്തിന് ഗുണമാകുന്നവ. ട്രെയിൻ യാത്രകൾക്കും ഇത്തരത്തിൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പലർക്കും അറിയാമായിരിക്കും. ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പലരും ഇത് അവഗണിക്കാറുണ്ട്, കുറച്ചുപേർ അത് ഉപയോഗിക്കാറുമുണ്ട്. എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിൽ ഭൂരിഭാഗവും ഈ ഇൻഷുറൻസ് ഒരു പക്ഷേ തിരഞ്ഞെടുത്തേക്കും. വെറും 45 പൈസ മാത്രമേ ഇതിന് ചെലവ് വരുന്നുള്ളൂ. 10 ലക്ഷം രൂപ വരെയാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. ഓൺലൈനായി IRCTC പ്ലാറ്റ്ഫോം വഴി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് വളരെ തുച്ഛമായ ഈ ഒരു ചെലവിൽ ഇത്തരത്തിൽ ഇൻഷുറൻസ് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് പല അപ്രതീക്ഷിത ട്രെയിൻ അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അപകടം ആവർത്തിച്ചാൽ യാത്രക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി തന്നെ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നത്. വെറും 45 പൈസ മുടക്കിയാൽ 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതിയാണ് ഇത്. ഈ സ്കീം റെയിൽവേ സേവനങ്ങളിൽ ഒരു സുപ്രധാന ചുവടുവയ്പാകുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയും വിവിധ ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള സഹകരണത്തോടെയാണ് ഈ പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. IRCTC വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ഒരു സേവനം ലഭിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് യാത്രക്കാരന് ഈ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. 45 പൈസയായതിനാൽ വലിയ സാമ്പത്തിക നഷ്ടവും സംഭവിക്കുന്നില്ല. എന്നാൽ 10 ലക്ഷം വരെ പരിരക്ഷ വാഗ്ദാനവും ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെയെല്ലാമെന്ന് വിശദമായി നോക്കാം. ട്രെയിൻ യാത്രക്കിടയിലെ അപകടത്തിൽ യാത്രക്കാരൻ മരണപ്പെടുകയോ അല്ലെങ്കിൽ സ്ഥിരമായ വൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ 10 ലക്ഷം രൂപ ഉറപ്പാക്കാം. അപകടത്തിൽ ഭാഗിക വൈകല്യങ്ങൾ സംഭവിച്ചാൽ 7.5 ലക്ഷം രൂപ ഉറപ്പാണ്. ചികിത്സാ ചെലവുകൾക്ക് 2 ലക്ഷം രൂപയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് 10,000 രൂപയും ഈ പരിരക്ഷയിൽ ഉൾപ്പെടുന്നുണ്ട്. കവറേജ് ഉറപ്പാക്കാനുള്ള പ്രക്രിയകൾ ഇങ്ങനെയാണ്. IRCTC പ്ലാറ്റ്ഫോമുകൾ വഴി അവരുടെ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കണം. അതിനുശേഷം പോളിസി വിശദാംശങ്ങൾ SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി അയക്കുന്നതാണ്. പോളിസി വിവരങ്ങൾ ഡിജിറ്റൽ ആയതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. മാത്രമല്ല, ഇതിൻ്റെ ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ടുകൾ, ഫോട്ടോകൾ, അതോറിറ്റി റിപ്പോർട്ടുകൾ എന്നിവ കൈവശം വയ്ക്കേണ്ടതുണ്ട്. ഇൻഷുറൻസിനുള്ള യോഗ്യത ആർക്കൊക്കെ എന്ന് പറഞ്ഞു തരാം. 5 വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഇൻഷുറൻസിന് അപേക്ഷിക്കാം. IRCTC വഴി ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ച ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ബുക്കിംഗ് സമയത്ത് യാത്രാ ഇൻഷുറൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാധാരണ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇതുണ്ടാവും, യെസ് ബട്ടൺ ആയിരിക്കും ഉണ്ടാവുക. അത് നോ ആക്കിയാൽ മാത്രമേ ഇൻഷുറൻസ് വേണ്ട എന്ന തീരുമാനത്തിലെത്തുകയുള്ളൂ. അപകടം നടക്കുകയാണെങ്കിൽ അതിനുശേഷം ഇൻഷുറർ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. നോമിനി വിശദാംശങ്ങൾ നൽകി നിങ്ങളുടെ പോളിസി സ്വീകരിക്കുക. ക്ലെയിമുകൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, സുതാര്യതയുണ്ടോ എന്ന സംശയം ഒരുപക്ഷെ പലർക്കും ഉണ്ടാകും. കണക്കുകൾ പ്രകാരം 5 വർഷത്തിനുള്ളിൽ 333 ക്ലെയിമുകൾ തീർപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആകെ 28 കോടിയോളം രൂപ നൽകിയിട്ടുണ്ട് എന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ ലോക്സഭയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്ലെയിമുകൾക്കായി ഇൻഷുറൻസ് കമ്പനിയെ നേരിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്.